സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. സുരലോകത്ത്, സുരലോകം ദേവലോകം, ദേവലോകത്തുനിന്ന് ഒരു ജീവൻ പുണ്യം ചെയ്ത ജീവനാണെങ്കിൽ ഈ ഭൂമിയിൽ നല്ല സത്വഗുണ സമ്പന്നന്മാരായ അച്ഛനമ്മമാരുടെ കുടുംബത്തിൽ വന്ന് പിറക്കും. അവരുടെ കുട്ടിക്കാലം തന്നെ ജപം, പൂജ, ഈശ്വരഭക്തി, സത്സംഗം, നാമജപം അങ്ങനെയുള്ള ഒരു ആധ്യാത്മികമായ അന്തരീക്ഷമുള്ള ഒരു കുടുംബത്തിൽ വന്ന് പിറക്കണം. അതാണ് മഹീസുരൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ എഴുന്നേൽക്കില്ല, ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കില്ല, കുളിക്കില്ല, സന്ധ്യാവദനവും ഇല്ല, ജപമില്ല, പൂജയില്ല, സ്വധർമാനുഷ്ഠാനമില്ല, വേദശാസ്ത്രങ്ങളുടെ പഠനമില്ല, ഇതൊന്നും അനുഷ്ഠിക്കാത്ത എന്ത് ബ്രാഹ്മണൻ? ഇവിടെ മഹീസുരൻ, ഭൂമിയിലെ സുരനാണ്, ദേവനാണ് ബ്രാഹ്മണൻ. സത്വഗുണസമ്പന്നന്മാരായി, ഈശ്വരഭക്തന്മാരായി, സ്വധർമ്മ നിരതന്മാരായി, നിഷ്ഠന്മാരായി, ആധ്യാത്മിക ചിന്തയുള്ളവരായി, ധർമ്മനിഷ്ഠന്മാരായിട്ടുള്ള അത്തരം സാത്വികമായ പയസ് നോബിൾ പീപ്പിൾ എന്ന് പറഞ്ഞ് പറയുന്നത്തെ ഭാഷയിൽ അവരൊക്കെ ബ്രാഹ്മണരാ അല്ലേ? അത്തരം ആൾക്കാരുടെ കുടുംബത്തിൽ വന്ന് വെറുക്കും. അപ്പോഴെന്താ? ആ കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കന്മാരിൽ നിന്ന് അവരുടെ ജീവിതവും പ്രവൃത്തിയും കണ്ടും കേട്ടും ഈശ്വരഭക്തി വളർത്താനും ധർമ്മനിഷ്ഠ വളരാനും ആധ്യാത്മിക സംസ്കാരം ഉണ്ടാവാനും സാധ്യതയില്ലേ? അതാണ്. അതെന്തിന്റെ ഫലമാ? സ്വർഗത്തിൽ നിന്ന് ഒരു ജീവൻ സുഹൃതം ചെയ്ത ജീവനാണെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് അത്തരം നല്ല കുടുംബത്തിൽ വന്ന് പിറക്കും. മറിച്ച് ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു. പാപങ്ങളാ ചെയ്ത ആള്, അങ്ങനെയുള്ള ആളാണെങ്കിലോ തിരിച്ചുവിടെ വന്നിട്ടോ ചണ്ടാല കുലത്തില് ദുഷ്കർമ്മങ്ങൾ ചെയ്ത സ്ലോട്ടർ, പശുവിനെ വെട്ടിക്കൊല്ലുക, മാംസം വെട്ടുക, അങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യുന്നില്ലേ? മനസ്സ്, ക്രൂര മനസ്സ്, കഠിന ഹൃദയം, ഇങ്ങനെയൊക്കെയുള്ള ആ കുടുംബത്തില് താമസ സംസ്കാരം, സംസ്കാര ശൂന്യന്മാരെന്നർത്ഥം ചണ്ടാളെന്ന് പറഞ്ഞാൽ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നൻ എന്ന അർത്ഥം. ചണ്ടാളെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അത് അങ്ങേറ്റത്തെ ഉയരത്തില്, ഇത് ഇങ്ങേറ്റത്തെ താഴത്ത്, സംസ്കാരഹീനന്മാരായ ആളുകൾ. അല്ലായില്ലേ? അത്തരത്തിലുള്ള കുടുംബത്തിൽ വന്ന് പിറക്കുന്നു. എന്താ ഇതിന് കാരണം നമ്മൾ ആലോചിക്കണ്ടോ? എന്താ അയാൾ അവിടെ അങ്ങനെ, ഇയാൾ ഇവിടെ വന്ന് പറഞ്ഞു, നമ്മളെന്താ ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് ആലോചിച്ച ഉത്തരം കിട്ടില്ലേ? നമ്മുടെ കർമ്മമാണ് നമ്മെ ഓരോടത്ത് കൊണ്ട് പിറപ്പിക്കുന്നത്. പിറവിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല പറഞ്ഞല്ലോ. നല്ല സംസ്കാര സമ്പന്നന്മാരുടെ കുടുംബത്തിൽ പിറക്കണമെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യണം. പിന്നെയോ അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. പിന്നെയും അസുരന്മാര് സൽക്കർമ്മങ്ങൾ ചെയ്താലോ ദേവന്മാരാവും, ദേവലോകത്തെത്തും. അമരന്മാർ മരങ്ങളായിടുന്നു, ദേവലോകത്തെത്തി ദേവേന്ദ്രനോ ദേവനോ ഒക്കെ ആയാലും വേണ്ടാതിനും ചെയ്താൽ, പാപകർമ്മം ചെയ്തു വിചാരിച്ചാലോ വീണ്ടും ഭൂമിയിലേക്ക് അതപ്പതിക്കേണ്ടി വരും. അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ദ്വിജൻ ചത്തു ദ്വിജമായി പിറക്കുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് കാണാം, പ്രഹ്ലാദൻ ഏത് കുലത്തിലാണ് പിറന്നത്? അസുര കുലത്തിലാണ് പിറന്നത്. പ്രഹ്ലാദനിൽ ആസുരികമായ വല്ല സ്വഭാവം ഉണ്ടായോ? ദേവന്മാരെക്കാളും ദേവേന്ദ്രനേക്കാളും നല്ല സംസ്കാര സമ്പന്നനായിട്ടാണ് കഴിഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ഭഗവത് ഭക്തനായി ദേവതുല്യനായി ഉയർന്നു അസുരകുലത്തിൽ പറഞ്ഞിട്ട്. അതാണ് അസുരന്മാർ സുരന്മാരായിരുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ എത്ര എത്ര ആൾക്കാർ. വൃത്രാസുരൻ അസുരനായിട്ടും എന്താ? ദേവേന്ദ്രന് പോലും ആത്മജ്ഞാനം ഉപദേശിച്ചു അല്ലേ? അങ്ങേറ്റത്തെ ഈശ്വര ഭക്തനായി, ധന്യനായി എന്നർത്ഥം. വിപരീതമായിട്ടും വരാം. അമരന്മാർക്ക് പൊതുവെ മരണമില്ല, ദേവന്മാർക്ക് മരണമില്ല എന്ന് പറയാം. പക്ഷെ ദേവലോകത്തെത്തിയിട്ടും ദേവശരീരത്തെയും ദേവജന്മത്തെയും വേണ്ട പോലെ ഉപയോഗിച്ചില്ല, ദുരുപയോഗം ചെയ്താലോ കീഴ്പോട്ട് വരാം. നഹുഷൻ, പുരാണങ്ങളിൽ നഹുഷനുണ്ട്, ദേവേന്ദ്രനായി. അവസാനം അവിടെ എത്തിയിട്ടോ സപ്തർഷികളെ കൊണ്ട് പല്ലക്കെടുത്തു ഇന്ദ്രാണിയുടെ കൊട്ടാരത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അഗസ്ത്യ മഹർഷി വേഗം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചവിട്ടി ചവിട്ടിയാണ്. അതേ ശപിച്ചു, സർപ്പമായി തീരേണ്ടി വന്നു, പെരുമ്പാമ്പായിട്ട് അല്ലേ? അപ്പൊ ദേവേന്ദ്രന്റെ പദവിയിൽ നിന്ന് പെരുമ്പാമ്പായി. പിന്നെ കൃഷ്ണാവതാരത്തിൽ നമുക്ക് കാണാം, നളകൂപര മണിഗ്രീവന്മാര് കുബേരന്റെ മക്കളായിരുന്നു, വൈശ്രവണന്റെ മക്കള്. അച്ഛൻ മഹാഭാഗവതോത്തമൻ ഭക്തൻ എന്നും നാരദാദി മഹർഷിമാര് കൊട്ടാരത്തിൽ വരും. എന്നും സത്സംഗവും നാമജപവും അത്ര ധർമ്മനിഷ്ഠനായ മഹാൻ അച്ഛൻ. പക്ഷെ മക്കൾക്ക് അതിന്റെ സംസ്കാരം തെല്ലൂല്ല. അവർക്കെന്താ? കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുക. ഇന്നത്തെ നാടൻ ഭാഷയെ പറഞ്ഞ മുക്കറ്റൻ കള്ളും കുടിച്ച് സ്വർഗസുന്ദരിമാരുമായിട്ട് വിടവൃത്തിയിൽ ഏർപ്പെടുക. വസ്ത്രം പോലും ഇല്ലാതെ സ്വർഗഗംഗയിൽ ഇറങ്ങിക്കൊണ്ട് അങ്ങനെ
അങ്ങനെ തോന്നിവാസികളായി കഴിഞ്ഞു. ശ്രീനാരദ മഹർഷി ആ വഴിയെ വരണ കണ്ടു. ആ പെണ്ണുങ്ങൾക്ക് ഭയം വന്നു. മഹർഷി ചതിച്ചെങ്കിലും വെച്ച് വേഗം കരക്ക് കയറി നാണിച്ച് വസ്ത്രമെടുത്ത് മഹർഷിയെ നമസ്കരിച്ച് ബഹുമാനിച്ചുകൊണ്ട് നിന്നവരെ. എന്നാലോ അഹങ്കാരികളായി ഈ കള്ളും കുടിച്ച് ആ വെള്ളത്തിൽ കിടക്കുന്നതായ നളകുപരന്മാരെ ദേവന്മാർക്ക് ഈ നാരദ മഹർഷിയെ ഒരു ബഹുമാനം ഉണ്ടായില്ല. പുച്ഛ തോന്നിയത്. അവർ വെള്ളത്തിൽ നിന്ന് കയറുകയാവട്ടെ, വസ്ത്രം എടുക്കുകയാവട്ടെ, അവർക്കൊരു ലജ്ജ കുറ്റബോധം തോന്നിയത് പോലും ഇല്ല എന്നാണ്. അത് കണ്ടപ്പോൾ ശ്രീനാരദ മഹർഷിയുടെ മനസ്സലിഞ്ഞു എന്നാ. എത്ര മഹാനാണ് ഇവരുടെ അച്ഛൻ. അദ്ദേഹത്തിന്റെ മക്കൾ ഇങ്ങനെ അതപ്പതിച്ചു പോയില്ലോ, കഷ്ടായി പോയി, ഇവരെ നേരെയാക്കാൻ എന്താ വഴിയെന്ന്. അങ്ങനെ കാരുണ്യം കൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ശാപം കൊടുത്തു എന്നാ. നിങ്ങള് ഗോകുലത്തില് മരുന്നുമരങ്ങളായി വീഴട്ടെ എന്ന്. സാധാരണ ഈ മുറ്റത്തും പറമ്പിലൊക്കെ മരങ്ങളുണ്ട്. ഈ മരങ്ങൾക്ക് പൂർവ്വജന്മ ഓർമ്മയുണ്ടോ? നമുക്കും കൂടി ഇല്ല പൂർവ്വജന്മ ഓർമ്മ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ജനിച്ചിങ്ങനെ കഷ്ടപ്പെട്ടതെന്ന് നമുക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ പശ്ചാത്താപം വേണ്ടാവും. പക്ഷേ ഈ മരങ്ങൾക്ക് നരകൂപരന്മാർക്ക് ഭഗവാൻ നാരദ മഹർഷി ഒരു അനുഗ്രഹം കൊടുത്തു. മഴയും മഞ്ഞും വെയിലും കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, വൈശ്രവണന്റെ മക്കളായ ദേവന്മാരായിട്ടും ഈശ്വരനാമം ജപിക്കാതെ, ഈശ്വരകഥ കേൾക്കാതെ, ഈശ്വരപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യം എന്ന് മറന്നുകൊണ്ട് വെറും വിടവൃത്തിയിലേർപ്പെട്ട് ഈ നിത്യജീവിതം നയിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്. മാത്രമല്ല കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ കൈകൊണ്ട് നിങ്ങൾക്ക് ഉദ്ധാരമുണ്ടാവട്ടെ എന്നും അനുഗ്രഹിച്ചു. അങ്ങനെ എത്രയോ കാലം ഗോകുലത്തിലെ ആ നീർമരുത് വൃക്ഷങ്ങളായിട്ട് ഈ നളകൂപരനും മണിഗ്രീവനും കഴിയേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. മധുരയിൽ ഭഗവാൻ അവതരിച്ച് യശോദയുടെ കൊട്ടാരത്തിൽ വന്നു. അങ്ങനെ ആ ഉണ്ണികൃഷ്ണനെ തൈർക്കരമടച്ച കുറ്റത്തിന് യശോദമ്മ പിടിച്ചു കെട്ടി അല്ലേ. അപ്പൊ കൂട്ടുകാരെ കൂടി കളിക്കാൻ വന്നപ്പോ ഭഗവാൻ പറഞ്ഞു, നമുക്ക് ഇന്ന് ആനയെ കൊണ്ട് തടി വലിപ്പിക്കണ കളിയെ കളിക്കാൻ നിശ്ചയിച്ചേക്കണേന്ന് പറഞ്ഞിട്ട് ആനയായി മുട്ടുകുത്തി നിന്ന് ഒരലും വലിച്ചുകൊണ്ട് അങ്ങനെ ആ മരങ്ങളുടെ ഇടയിൽ ചെന്ന് ആ മരങ്ങളെ മറച്ചിട്ട് ആ മരങ്ങൾക്ക് ശാപമോക്ഷം കൊടുത്തു. ഭാഗവത്തിൽ പ്രസിദ്ധമാണ് ഈ കഥ. കൃഷ്ണാവതാര കൃഷ്ണലീലകളില് അല്ലേ. ഉലൂഖലബന്ധനം. അപ്പൊ ദേവന്മാർക്ക് മരങ്ങളാവാൻ പറ്റുമോ? ചില ആൾക്കാരുടെ വിചാരം മനുഷ്യനായ ഇനി കീഴ്പോട്ട് പോവുകയില്ല എന്നാ. മനുഷ്യനായിട്ടും മനുഷ്യത്വത്തിന് ചേരാത്ത പ്രവൃത്തി ചെയ്താലോ? ടൂമച്ച് ആൾക്കാരെ എന്താ പറയാ, രക്തം വലിച്ചു കുടിക്കുക, അമിതമായ പലിശയ്ക്ക് പണം കടം കൊടുത്തിട്ട് അവരെയൊക്കെ അങ്ങനെ കട്ടത്തിലാക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആരാവുക? മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അവരൊക്കെ കൊതുകാവും. രക്തം കുടിക്കുമ്പോൾ കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവരെ രക്തം കുടിക്കുക ചെയ്തേ അല്ലേ. പുതിയ പുതിയ ആക്ടുകൾ, കുബേര അല്ല ശരിയല്ലേ? അപ്പൊ ഒരാൾക്കാർ പിടിക്കപ്പെടുന്നില്ലേ? അമിത പണം കൊടുത്ത് അമിത പലിശ നയിച്ച് കുടുംബത്തെ വഴിയാധാരമാക്കി എന്തെല്ലാം കഷ്ടപ്പാടുണ്ടാക്കണോ. ഇതൊക്കെ ചെയ്യാൻ പാടുമോ മനുഷ്യൻ സ്വാർത്ഥത കൊണ്ട്? അപ്പൊ പറയാൻ പറ്റില്ല. നമ്മളുടെ കർമ്മം മോശമാണെങ്കിൽ നമ്മൾ കീഴ്പോട്ട് പോകും. കർമ്മം നന്നായേ മേലോട്ട് വരാൻ പറ്റുള്ളൂ. ഇനി ആ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്താലോ കർമ്മവാസനകൾ തന്നെ ചെയ്യിപ്പിച്ച് ഈശ്വരപ്രാപ്തി നേടാനും സാധിക്കും എന്നർത്ഥം. ഇങ്ങനെ അമരന്മാർക്ക് മരങ്ങളാവേണ്ടി വരും. അജം ചത്തു ഗജമായി പിറക്കുന്നു. അജം ആട്. ആട് ചത്താൽ ചിലപ്പം ആനയാവും. ഗജം ആന. ഗജം ചത്തങ്ങ് അജവുമായി ഇടുന്നു. ആന മരിച്ചിട്ട് പിന്നെ ആനയ്ക്ക് ചിലപ്പോൾ ആടായിട്ടും ജനിക്കാം. അതൊക്കെ എന്തുകൊണ്ടാ? കർമ്മത്തിന്റെ ഗതിക്ക് അനുസരിച്ചിട്ടുണ്ട്. ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്റെ കഥ നമുക്കറിയാം. ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ശാപം കൊണ്ട് ആനയെ വേണ്ടി വന്നു. ഭരതമഹർഷി മാനിനെ സ്നേഹിച്ച് ജീവിച്ച അവസാനം മാന്യോർത്ത് മരിച്ച് മാനാവേണ്ടി വന്നു. ഇതൊക്കെ മനുഷ്യന് കീഴ്പോട്ട് പോകാൻ പാടില്ല എന്നൊന്നുമില്ല എന്നർത്ഥം. കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഉയർച്ചയും കീഴ്പോട്ട് പോണതും. ദ്വിജൻ ചത്തു ദ്വിജമായി പിറക്കുന്നു. ബ്രാഹ്മണൻ മരിച്ചിട്ടോ പറവയായിട്ട് പക്ഷിയായിട്ട് പോവാം. ദ്വിജൻ എന്നുള്ളതിന് ബ്രാഹ്മണൻ എന്ന് അർത്ഥമുണ്ട്. 2 പ്രാവശ്യം ജനിക്കുന്നത് കൊണ്ട് ദ്വിജെന്ന് പേര്. അപ്പൊ പക്ഷികൾ ദ്വിജന്മാരാ, ബ്രാഹ്മണന് മാത്രമല്ല. എന്താ? ആദ്യം അമ്മയുടെ വയറ്റിൽ നിന്ന് മുട്ടയായിട്ട് പുറത്തു വന്നു, പിന്നെ മുട്ട വിരിഞ്ഞിട്ട് പിന്നെ കുറിച്ച് പുറത്തു വന്നു. അപ്പൊ 2 പ്രാവശ്യം ജനിക്കണ്ട അല്ലേ? അതുകൊണ്ട് പക്ഷികൾക്കും പറവകൾക്കും ദ്വിജെന്ന് പേരുണ്ട്. നരിജത്തു നരനായി പിറക്കുന്നു, നരിജത്തുടനോരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു. നരി, പുലി അതൊക്കെ ചത്താലോ ചിലപ്പോൾ മനുഷ്യനായി പിറക്കുന്നു. നാരിജത്തുടൻ ഓരിയായി പോകുന്നു. സ്ത്രീ മരിച്ചിട്ടോ ചിലപ്പോൾ കുറുക്കനാവാം, ഓരിച്ച കുറുക്കനാവാം. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന ദുഷ്ടനായ കഠിനഹൃദയനായ ഭരണാധികാരി കൃമിയായി തീരാം. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു,
ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഓരോ ജീവന്റെ പുണ്യപാപ കർമ്മങ്ങളനുസരിച്ചുള്ള മേലോട്ടും കീഴ്പോട്ടുള്ള പോക്കും വരവുമാണ് ഇവിടെ ഈ പറഞ്ഞതെന്ന് അർത്ഥം. ഈശ്വരന്റെ വിലാസം. ഈശ്വരന്റെ വിലാസം വെച്ചാലോ, കർമ്മഫലദാതാവ് ഈശ്വരനാണ്. കർമ്മത്തിന് അനുസരിച്ച് ഈ ഭരണഘടനാ പ്രകാരം ശിക്ഷിക്കാൻ അർഹത ജഡ്ജിനാണല്ലോ, കോടതിക്കാണല്ലോ. ഇതുപോലെ ഈശ്വരൻ ഈ കർമ്മമനുസരിച്ച് ഓരോ ജീവന് ഓരോരോ ശരീരം, ഓരോരോ അവസരം, ആ ശരീരത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റിയ വാസനകൾ അയാളുടെ ഉള്ളിലുള്ള അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ കരുണാമൂർത്തിയായ ഭഗവാൻ നമ്മളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതാത് ശരീരം തരുന്നു. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യ ജന്മം തരും. നേരെയാവോ, നേരെയാവട്ടെ വെച്ചിട്ട് സത്സംഗത്തിനുള്ള അവസരം ഒരുക്കി തരും. ആ സത്സംഗത്തിനെ പ്രയോജനപ്പെടുത്തി ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തി ഈശ്വര സാക്ഷാത്കാരം നേടി ഈ സംസാരത്തിൽ രക്ഷപ്പെടും ചില ആൾക്കാർ. ചില ആൾക്കാർ ഈ അവസരം കിട്ടിയാലും വീണ്ടും ആ പാപകർമ്മങ്ങൾ ചെയ്ത് അധപ്പതിക്കാനിടയായി തീരും. ഇതൊന്നും ഈശ്വരന്റെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യന്റെ തന്നെ കുഴപ്പം കൊണ്ടാണ്. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ, സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിന്നത്രേ നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളോരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻ ഫലം ഒടുങ്ങിടും അതൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും. കീഴ്മേൽ താഴേക്കും മേലോട്ടും എന്നാലോ, ഉത്കൃഷ്ട ശരീരം, നികൃഷ്ട ശരീരം, കട്ടപ്പാട് നിറഞ്ഞ ജീവിതം, ദുരിതം നിറഞ്ഞ ജീവിതം, സുഖസൗകര്യങ്ങളോടുകൂടി ജീവിതം, ദേവശരീരം മുതലായ ജീവിതം, സ്ഥാവരജംഗമങ്ങള്, മൃഗങ്ങളുടേത്, വൃക്ഷങ്ങളുടേത് മുതലായ ജീവിതം, ഇതൊക്കെയാണ് മേലോട്ടും താഴോട്ടും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള ഈ ശരീരങ്ങളിൽ ഈ ജീവന്മാർ മാറി മാറി ജനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്ത കർമ്മം കൊണ്ടാ. ഈ കർമ്മങ്ങളൊക്കെ സമ്പാദിക്കുന്ന എവിടുന്ന? ഭൂമിയിൽ നിന്ന് അത്രേ നേടുന്നു കർമ്മങ്ങൾ. മേലോട്ട് പോകണമെങ്കിലും കീഴ്പോട്ട് വരണമെങ്കിലും ഈ ഭൂമിയിൽ വരണം. ഭൂമിയിൽ നിന്നാണ് കർമ്മം നേടാൻ പറ്റുള്ളൂ. ഭൂമിയിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. സീമയില്ലാത്തോളം, അതിർത്തിയില്ലാത്തോളം, അതിരില്ലാത്തോളം, കണക്കറ്റ കർമ്മങ്ങള് അളവില്ലാത്തോളം എവിടെ നിന്ന് നേടുന്നു ജീവന്മാര്? ഈ ഭൂമിയിൽ നിന്ന് അത്രേ. ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയാലേ ആ പുണ്യം ചെയ്യാനും പാപം ചെയ്യാനും സാധിക്കുള്ളൂ. മറ്റ് ശരീരങ്ങളിലൊന്നും പുണ്യപാപങ്ങൾ കർമ്മം ചെയ്യാൻ പറ്റില്ല അത്രേ. അതൊക്കെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള ശരീരങ്ങളാണെന്നാ പറയാം. മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്നാലേ നീ പുണ്യം ചെയ്ത് പിന്നെയും മേലോട്ട് പോകണമെങ്കിലും പാപം ചെയ്ത് കീഴ്പോട്ട് അധപ്പതിക്കണമെങ്കിലും അഥവാ പുണ്യപാപ കർമ്മങ്ങളെ രണ്ടിനെയും ഇല്ലാണ്ടാക്കി ആ ഭക്തിജ്ഞാനങ്ങൾ വളർത്തി ഈശ്വര സാക്ഷാത്കാരത്തിലുള്ള മുക്തി നേടെങ്കിലും ഒക്കെ ഈ ഭൂമിയിലേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ, അങ്ങനെ ഭൂമിയിൽ വന്ന് വീണ്ടും അളവില്ലാത്ത, സീമയില്ലാത്ത, അളവില്ലാത്ത പുണ്യപാപ കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി അന്യലോകങ്ങളിൽ ഓരോന്നിൽ ചെന്നിരുന്ന് അതിന്റെ ഫലം ഭുജിക്കുന്നു ജീവന്മാര്. തങ്ങൾ ചെയ്ത ഓരോ കർമ്മങ്ങൾ തൻ ഫലം. വേറൊരാളല്ലാത്ത ഉത്തരവാദി. നമ്മൾ ഓരോരുത്തരും ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ ഓരോരോ ഇടത്തിരുന്ന് അനുഭവിക്കുന്നത്. പാലക്കാട് ഇരുന്ന് അനുഭവിക്കാനുള്ളത് കഴിഞ്ഞു ഇനി കോയമ്പത്തൂർ അച്ചാൽ അപ്പോൾ കോയമ്പത്തൂർക്കാവും ട്രാൻസ്ഫർ. കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞ് ബോംബെയിലെല്ലാം അനുഭവിക്കാൻ യോഗാണെങ്കിലോ ബോംബെക്കായി. മനസ്സിലായോ? ആ സമയമാകുമ്പോൾ എത്തിക്കോളും നത്തം. ഇങ്ങനെ ഓരോരുത്തരെ ഓരോ ഇടത്ത് കൊണ്ടുപോകണത് ആരാന്നാ വിചാരം? അതൊക്കെ ആ കർമ്മഫലദാതാവായ ഭഗവാന്റെ കർമ്മ നിയമമാണ്. പ്രയത്നം അതാണ്. ലോകമെന്ന വാക്കിന് എന്താർത്ഥം? ലോക്യതേ ഭുഞ്ചതേ കർമ്മഫലം ഇത് ലോകഹ എന്നാണ്. എവിടെ ഇരുന്നാണോ കർമ്മഫലം അനുഭവിക്കുന്നത് ആ കർമ്മഫലം അനുഭവിക്കാനുള്ള ആ ഫീൽഡ്, അനുഭവ മണ്ഡലത്തിനാണ് ലോകം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോരോ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള സമയമായ ആ ജീവനെ ഓരോരോ കാരണം പറഞ്ഞ് അവിടെ ഇവിടെ ഇങ്ങനെ മണ്ടിക്കും, ഓടിക്കും, എത്തിച്ചേരേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോരുത്ത് പോയിരുന്നു ചെന്നിരുന്നു ഭുജിക്കുന്നു. അവിടെ പോയിരുന്നിട്ട് അനുഭവിക്കുന്നു ജീവന്മാര്. തങ്ങൾ ചെയ്ത ഒരു കർമ്മങ്ങൾ തൻ ഫലം. വല്ലവരും ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് വരില്ല കേട്ടോ. അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവന് വരുള്ളൂ. അപ്പൊ ഉറപ്പ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ. മറ്റുള്ളവർ ചെയ്ത് നമുക്ക് വരില്ല, നമ്മൾ ചെയ്ത് മറ്റുള്ളവർക്കും പോവില്ല. ചില ആൾക്കാരുടെ വിചാരം ഞാൻ സൽക്കർമ്മം മാത്രം ചെയ്തിട്ട് എനിക്കെന്താ കഷ്ടപ്പാട് വരണേന്നാണ്. അപ്പൊ നിങ്ങളുടെ സൽക്കർമ്മത്തിന്റെ ഫലമൊക്കെ വേറെ വല്ലവർക്കും പോയോ? വല്ലവരും ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് വരിക. അപ്പൊ ഈശ്വരൻ തെറ്റുപറ്റില്ലേ?
എവിടെയാണോ ഓരോരുത്തരും എത്തേണ്ടത് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ, അവിടെ അതത് സമയത്ത് സർവേശ്വരൻ തന്റെ സർവജ്ഞതയിൽ നമ്മളെ എത്തിച്ചിരിക്കും. സർവജ്ഞനായ ഭഗവാൻ ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന്. പൂച്ച തന്റെ കുട്ടികളെ 10 ഇല്ലം കെടുത്തുന്ന പരിപാടിയുണ്ട്, അറിയില്ലേ? അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അതിനെടുത്ത് ഓരോരുത്തർ കൊണ്ടുവയ്ക്കും. ഇതുപോലെ റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസില് നമ്മളെയൊക്കെ പ്ലേസ് ചെയ്യുന്ന, നമുക്കൊക്കെ പ്ലേസ്മെന്റ് തരുന്ന ആള് ഈ IT കമ്പനികളൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് വന്നവരാ. അവരൊന്നല്ല, സർവേശ്വരനാ. ശരിയോ? സർവേശ്വരന IT കമ്പനികളൊക്കെ ഇത് പഠിച്ചത്. മനസ്സിലായോ? നമുക്ക് പ്ലേസ്മെന്റ് തരണ ആരാ? ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് കൊണ്ടെത്തിക്കണു. സമയായാൽ പറയാ, ഓരോ അരിമണിയും എഴുതിയിട്ടത്രേ ഇത് ആരുടെ വയറ്റിൽ ചെല്ലണമെന്ന്. നമ്മൾ രാത്രി കഴിക്കുന്ന അത്താഴം എവിടെ എന്നുള്ളത് നിശ്ചയിച്ചിട്ടാ വന്നേക്കണേന്ന്. മനസ്സിലായോ? ഇത്രയൊക്കെ ഉറപ്പായ പിന്നെ പരിഭ്രമം വേണോ? ആ ഭഗവാൻ അങ്ങോട്ട് സേവിച്ചാൽ പോരെ? ആലോചിച്ച് നോക്കൂ. അതിൽ വിശ്വാസമില്ലേ നമുക്ക്? എന്ത് ചെയ്യാനാ? അതിനേക്കാൾ നമ്മുടെ മണ്ടയിലാ വിശ്വാസം. ഈ മണ്ടേ ജീവനോടെ നിലനിർത്തുന്ന ഭഗവാനിൽ വിശ്വാസമില്ല. ഈ മണ്ട പ്രവർത്തിക്കുമോ ഭഗവാന്റെ ചൈതന്യം ഉള്ളിലില്ലെങ്കിൽ? മനുഷ്യൻ തന്റെ ബുദ്ധിയിലാ വിശ്വാസം, എത്രയും കൂടി ഈശ്വരനിൽ വിശ്വാസമില്ല. തങ്ങൾ ചെയ്ത ഒരു കർമ്മങ്ങൾ തൻഫലം. ഒരാളെ പഴിക്കരുത് കേട്ടോ. തന്റെ ദുഃഖത്തിനും തന്റെ സന്തോഷത്തിനും സന്താപത്തിനും വേറൊരാളെ പഴിക്കരുതേ. അവനോനാണ് ഉത്തരവാദി. ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. അവനവന്റെ ജീവന്റെ ഉത്തരവാദിത്വം സ്വന്തം ചുമലിലേറ്റു. മറ്റുള്ളവരെ പഴിക്കാതിരിക്കൂ എന്നർത്ഥം. അങ്ങനെ ആ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഒടുങ്ങിടും. അതൊട്ടു നാൾ ചെല്ലുമ്പോൾ സമ്പാദിച്ചു കൊണ്ടുപോയി തീർന്നാലോ ഉടനെ വന്നു നേടുന്നു. പിന്നെയും തിരിച്ചു വന്നു. കച്ചവടക്കാരൻ പണം തീർന്നപ്പോൾ വീണ്ടും വന്നു, ഒരു കൊല്ലം ബിസിനസ് ചെയ്തു, പിന്നെ ലാഭം ഉണ്ടാക്കി, പിന്നെയും പോയി. ഇതുപോലെ വീണ്ടും തിരിച്ചു വരികയും വീണ്ടും നേടുന്നു. എങ്ങനെയത്? തന്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാം എല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് വിറ്റൂണെന്നു പറയും കണക്കിനെ. എത്ര രസകരമാത്! നാം വീട്ടിൽ നിന്ന് പണം എടുത്തു കൊണ്ടുവന്നു, പോക്കറ്റ് മണി, അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത പണം, അല്ലെങ്കിൽ അമ്മ എടുത്ത പണം, ആ പണം എടുത്തു കൊണ്ടുവന്നിട്ട് കൂട്ടുകാരോടുകൂടി എവിടെയെങ്കിലും പോയിട്ട് അതൊക്കെ ഹോട്ടലിൽ കയറി ഒക്കെ അടിച്ചു പൊളിച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഇതുപോലെ കൊണ്ടായ പണം തീർന്നാൽ പിന്നെ പോരണ്ടേ? പിന്നെ താമസിക്കാൻ ഒക്കില്ലല്ലോ. അപ്പൊ അവനവന്റെ വീട്ടിൽ നിന്ന് അവനവൻ സമ്പാദിച്ച പണം കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ആ ഭോഗങ്ങൾ അനുഭവിക്കണ പോലെയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്ത പുണ്യമാണ് ഇവിടുത്തെ സമ്പാദ്യം. പുണ്യവും പാപവും ഗച്ഛന്തം അനുഗച്ഛതീനാം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. നാം ആർക്ക് വേണ്ടിയിട്ടാ പാപം ചെയ്യേണ്ടത്, അധർമ്മം ചെയ്യേണ്ടത്? ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, എൻ്റെ കുട്ടികളെ വളർത്തണ്ടേ സ്വാമി, നല്ല സ്കൂളിലൊക്കെ അയക്കണ്ടേ, എൻ്റെ കുടുംബം നടത്തണ്ടേ, നല്ല വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, നല്ല സുഖ സൗകര്യങ്ങളൊക്കെ വേണ്ടേ, അതിന് ഞാൻ പണം ഉണ്ടാക്കണ്ടേ? പണം ഉണ്ടാക്കുമ്പോൾ പുണ്യം പാപമൊക്കെ നോക്കാമോ? അവൾക്ക് നല്ല ഉടുപ്പ്, അവൾക്ക് നല്ല സാരി, അവൾക്ക് നല്ല പണ്ടം ഒക്കെ വേണ്ടേ? ആയിക്കോളൂ, അതൊക്കെ അവർ പങ്കിടുവേ. പക്ഷേ അവനവൻ ചെയ്ത പുണ്യവും പാപവും അവനവൻ തന്നെ പങ്കുവയ്ക്കണം. വേറെ ആളും പങ്കുവയ്ക്കാൻ പറ്റില്ല. രത്നാകരന് പരിവർത്തനം ഉണ്ടായത് അങ്ങനെയല്ലേ? രത്നാകരൻ ചെയ്ത പാപകർമ്മങ്ങളെ കുറിച്ച് നാരദൻ ചോദിച്ചപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയും കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യണം, അവർ പങ്കിടുന്നു പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത കാട്ടാളത്തിയ ആ രത്നാകരന്റെ ഭാര്യ, ആ നിരക്ഷര കുഷിയായ ആ സ്ത്രീ പറയാ, അതെങ്ങനെയാ നിങ്ങൾ നിങ്ങളുടെ കടമ എന്നെ നോക്കേണ്ടത്, നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും, ഞങ്ങൾ ചെയ്തതിന് ഞങ്ങൾ അനുഭവിക്കും. അത്രയും വിവരം കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഡോക്ടറൊക്കെ ആയിട്ടോ എഞ്ചിനീയറൊക്കെ പഠിച്ച് നമുക്കുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടെങ്കിൽ മനുഷ്യൻ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള അക്രമ പ്രവൃത്തികള്, അന്യായങ്ങള്, അഴിമതികള്, പാപകർമ്മങ്ങൾ ചെയ്യുമോ? ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ആ കാട്ടാള സ്ത്രീക്ക്, രത്നാകരന്റെ ഭാര്യയ്ക്കുണ്ടായ കോമൺ സെൻസ് പോലും ഇല്ലാത്തവരാണ് ഈ പഠിച്ച ഇഡിയറ്റ്സുകളൊന്നും സംശയമില്ല. ആലോചിച്ച് നോക്കൂ. മൂഢന്മാരല്ലേ, വിവരമുള്ളവരാണ്. വിവേകികളാണെങ്കിൽ ഈ പാപം ചെയ്ത് അവനവൻ തന്നെ ഇതിന്റെ ഫലം അനുഭവിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാട്ടാളനായ രത്നാകരന്റെ ഭാര്യ പറഞ്ഞു, രാമായണത്തിൽ കാണാലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. സമ്പാദ്യമൊക്കെ പങ്കിടാൻ ആളുണ്ടാവും, പണമൊക്കെ പങ്കിടാൻ ആളുണ്ടാവും. ആ ധർമ്മത്തിന്റെ ഫലം, പാപത്തിന്റെ ഫലം, പുണ്യത്തിന്റെ ഫലവും വേറൊരാൾക്ക് പങ്കിടാനാവില്ല. വേടംന്നിരിച്ചാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല. അവനവൻ തന്നെ അനുഭവിക്കണം. മരിച്ചു പോകുന്ന സമയത്ത് താൻ സമ്പാദിച്ച പണം ഉണ്ടെങ്കിൽ ബാങ്കിലിരിക്കും, കൃഷിസ്ഥലം അവിടെ കിടക്കും, ബാങ്കിലിട്ട പണം അവിടെ കിടക്കും, ഷെയർ എടുത്തത് അവിടെ ഇരിക്കും. ഭാര്യ വീടിന്റെ ഉമ്മറം വരെ വരും, അല്ല ആണ മരിച്ചെങ്കിൽ. അല്ല പെണ്ണ മരിച്ചെങ്കിലോ ആണുങ്ങൾ പട്ടണ വരെ വരും. ബന്ധുജനങ്ങള്, സുഹൃത്തുക്കള്, തന്റെ ബറ്റാലിയനൊക്കെ ശ്മശാനം വരെ വരും. കൂടാരം വരാൻ വെക്കില്ല. അവസാനം ഈ ശരീരമാണ്. ഇത്രയൊക്കെ അഭിമാനിച്ച് അഹങ്കരിച്ച് താലോലിച്ചു കൊണ്ടുവന്ന ദേഹ ചിതായാം. ഇതിന്റെ അവകാശി ആരാ? അഗ്നി, ചിതയിലിടണം.
പോണ സമയത്ത് നമ്മുടെ കൂടെ ആരാ വരിക? പിന്നെ നമ്മൾ പോണയിടത്തൊക്കെ നമ്മുടെ നിഴൽ കൂടെ വരില്ലേ? മലയുടെ മുകളിൽ കയറിയ നിഴൽ വരും ഇല്ലേ? എവിടെ പോയാലും നിഴൽ കൂടെ വരും. ഇതുപോലെ ധർമ്മം ച അധർമ്മം ച ഗച്ഛന്തം അനുഗച്ഛതി. മരിച്ചു പോകുന്ന സമയത്ത് ആ ജീവന്റെ കൂടെ ഈ ജീവിതത്തിൽ അവരോര് ചെയ്ത പുണ്യവും പാപവും കൂടെ വരും. സജ്ജനങ്ങളെ, ഇത് മനസ്സിലാക്കിയ നാം ആർക്കു വേണ്ടി അധർമ്മം ചെയ്യണം, പാപം ചെയ്യണം ചിന്തിക്കൂ. അല്പമെങ്കിലും വിവേകമുള്ളവര് ഈ ലോകത്തിൽ ആർക്കു വേണ്ടിയും അധർമ്മവും പാപം ചെയ്യില്ല. ചെയ്യേണ്ട ആവശ്യം എന്താ? ചെയ്ത അവനവൻ തന്നെ അനുഭവിക്കണം, വേറെ ആരും വരില്ല. ഇതൊക്കെ എവിടെ പഠിപ്പിക്കണേ? കർമ്മ നിയമത്തിലൂടെ എന്നർത്ഥം. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ധനം കൊണ്ടുപോയിട്ട് ചെലവഴിക്കണ പോലെയാണ് അവനവൻ ചെയ്ത പുണ്യ പാപ കർമ്മങ്ങളുടെ ഫലം. ഓരോ ഫലം അനുഭവിക്കാൻ പറ്റിയ ഓരോരോ സ്ഥലത്ത് ഓരോരോ ശരീരമെടുത്ത് ഓരോരോ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ഓരോരുത്തർക്കും എന്നർത്ഥം. ഇനി ഈ കർമ്മങ്ങളൊക്കെ എവിടുന്നാണ് ആരംഭിക്കുന്നത്? അതാണ് രസം. ജനന മരണ ചുഴികളിൽ ഇങ്ങനെ ഉയർന്നും താണും മണ്ടിക്കൊണ്ടിരിക്കുകയാണ് ജീവജാലങ്ങൾ മുഴുവൻ. ഈ പുതിയ ജന്മത്തിനും പുതിയ കർമ്മത്തിനും അഥവാ ഇനി ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ അതിനും ഒക്കെ കാരണമായ കർമ്മങ്ങള് ഉരുക്കൂട്ടുന്നത് ഈ ഭൂലോകത്ത് വെച്ചിട്ടാണെന്ന് പറയുന്നത്. കർമ്മങ്ങൾക്കു വിള ഭൂമിയാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം. ഭൂമിക്ക് എന്താ പേര്? വിളഭൂമി എന്നാ. കൃഷി ചെയ്ത് വിളവറക്കില്ലേ നമ്മള്? ഈ കൃഷി മാത്രല്ല, ആ കർമ്മകൃഷി എന്നൊരു കൃഷിയുണ്ട്. ഓ, ചെമ്പ് നട്ടു, നെല്ല് വെച്ചു, മാവ് നട്ടു, ഇതൊരു കൃഷി. ഈ കൃഷിയുടെ ഫലം നമുക്ക് കിട്ടൂലേ? അതിന്റെ വിളഭൂമിയാ. അതേപോലെയോ കർമ്മമാകുന്ന കൃഷി, പുണ്യപാപ കർമ്മങ്ങളാവുന്ന കൃഷി ചെയ്തിട്ട് അതിന്റെ ഫലമായിട്ട് സുഖദുഃഖങ്ങളാവുന്ന വിളവുകൾ കൊയ്തെടുക്കാനും വിളഭൂമി ആരാ? ഈ ഭൂമി തന്നെ. കർമ്മങ്ങളുടെ വിളഭൂമിയാകിയ ജന്മദേശം ഈ ഭൂമിയാണെന്നറിയൂ. കർമ്മനാശം വരുത്തണമെങ്കിലും പുതിയ പുതിയ കർമ്മങ്ങള് പുണ്യപാപങ്ങൾ ചെയ്ത് വർദ്ധിച്ച് അതിന്റെ ഫലം അനുഭവിക്കാൻ ഓരോരുത്തർ പോകണമെന്നുണ്ടെങ്കിലും അല്ല ഭഗവാനെ ഇങ്ങനെ കുറേ പോക്കും വരവുമായി കറങ്ങി ജീവിതാനുഭവങ്ങളിലൂടെ ദുഃഖവും ദുരിതവും ക്ലേശമൊക്കെ അനുഭവിച്ച് ഭഗവാനെ ഇതിനൊക്കെ എന്താ കാരണം? എൻ്റെ പാപകർമ്മങ്ങളാണ് ഭഗവാനെ, മതി 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 മതി, ഈ കറക്കം വയ്യാണ്ടായേ. ജനിച്ചും മരിച്ചും പുനർജനിച്ചും അമ്മയുടെ വയറ്റിൽ പോയും പുറത്തേക്ക് വന്നും ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോളെ വെള്ളത്തിലെ കുമിളക പോലെ എത്ര ജന്മാന്ത്യം കഴിഞ്ഞു, എത്ര ജന്മവും മരണം കഴിഞ്ഞു, എന്നിട്ടും സത്യവസ്തു അറിയാൻ കഴിഞ്ഞില്ല, ഭഗവാനെ അറിയാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ അനുഭവിച്ച് അവസാനം മതി വരുമ്പോഴോ ഭഗവാനിലേക്ക് മനസ്സ് തിരിയണു. ത്വൽഭക്തി വർദ്ധനമുദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ഭഗവാനെ മതി 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 മതി, എനിക്കിനി ഈ സംസാരം വേണ്ട ഭഗവാനെ. സംസാരത്തിൽ വിരക്തി വന്ന് ഭഗവാനിലേക്ക് മനസ്സ് തിരിയും. ഈശ്വരഭക്തി വളർത്തുന്നു, ആ ഈശ്വരനെ സ്വന്തം ആത്മാവായി സാക്ഷാത്കരിക്കണു. അങ്ങനെ ആ ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ ആത്മജ്ഞാനത്തിലൂടെ സർവ കർമ്മവാസനകളെയും അതിവർത്തിച്ച് ഭഗവത് സ്വരൂപം സാക്ഷാത്കരിച്ച് മുക്തനായി തീരാനും ഈ ഭൂമി തന്നെ വേണേ. അതാണ് കർമ്മനാശം വരുത്തണമെങ്കിലും. കർമ്മനാശം എങ്ങനെ വരിക? കർമ്മവാസനകൾ ക്ഷയിക്കണം. അത് ഭക്തി ജ്ഞാനമൊക്കെ ഉണ്ടായാലേ ആ കർമ്മനാശം വരുള്ളൂ. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽക്കുരുതേ അർജുന എന്നാണ് ഗീതയിൽ പറയാം. ആത്മജ്ഞാനം ഉണ്ടായാൽ അവന് പിന്നെ പുണ്യമില്ല, പാപമില്ല, ഒരു കർമ്മവാസനകളും ഇല്ല, പിന്നെ ജന്മവും ഇല്ല എന്നർത്ഥം. അതിനും ഭാരതഭൂമി, ഈ ഭൂമിയിൽ ജനിക്കണം. അതാ കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം. ഭൂമി എന്തും കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ബാഹ്യകൃഷി പോലെ തന്നെയാണ് കർമ്മകൃഷിയും ഒരു കൃഷിയാണ്. പുണ്യപാപം കൃഷി ചെയ്യാം, പുണ്യം കൃഷി ചെയ്ത് നല്ല ഫലങ്ങളെ ആർജിക്കാം, പാപകൃഷി ചെയ്ത് നരക ഫലത്തെയും ആർജിക്കാൻ കഴിയും എന്നർത്ഥം. പുണ്യായാലും പാപമായാലും രണ്ടും ബന്ധനമാണ്. ഒന്ന് സ്വർണ്ണ ചങ്ങലയാണ്, ഒന്ന് ഇരുമ്പ് ചങ്ങലയാവും അല്ലേ? മിശ്രമായ കർമ്മം രണ്ടും ചേർത്തുണ്ടാക്കിയ ചങ്ങലയാണ്. ഏതായാലും ബന്ധനം തന്നെ. പുണ്യം ശേഷിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കാൻ ഇനിയും ജനിക്കണം. സുഖസൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കുടുംബത്തിൽ പിറക്കാം. അല്ല, പാപമാണ് താൻ ആർജിച്ചത് കൂടുതലെങ്കിലും ഈ ജീവിതത്തില് ദാരിദ്ര്യവും കഷ്ടപ്പാടും മനക്ലേശങ്ങളും സുഖേടും ഒക്കെ ഉള്ള ഒരു ശരീരം എടുത്ത് അതിന് പറ്റിയൊരു സ്ഥലത്ത് ജനിക്കേണ്ടി വരും, നരകയാതന അനുഭവിക്കേണ്ടി വരും.
അപ്പൊ കർമ്മം ബാക്കിയായോ? ഉറപ്പാണ് ഇനി ജന്മം ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ അതില്ലാണ്ടാക്കാൻ എന്താ വഴി? കർമ്മവാസനയാണ് ബീജം. വിത്ത് പുഴുങ്ങി അല്ലെങ്കിൽ വറുത്തു നിരിക്കാം. കുറച്ച് പയറെടുത്ത് വറുത്തു എന്നിട്ട് കുഴിച്ചിടുക. പിന്നെ അതിന് ചെടി ഉണ്ടാവുമോ? പുഴുങ്ങിയാലും ഉണ്ടാവില്ല അല്ലേ? വിത്തിനെ ഒന്നില്ല പുഴുങ്ങണം അല്ലെങ്കിൽ വറക്കണം. ഇതുപോലെ നമ്മുടെ കർമ്മവാസനകളെ വരട്ടണം. അതിനെന്താ വഴി? ഈശ്വരഭക്തി അല്ലെങ്കിൽ ഈശ്വരജ്ഞാനം, ആത്മജ്ഞാനം, ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് പുഴുങ്ങുകയോ വറക്കുകയോ ചെയ്യണത്രേ. എന്നാലോ ആ വാസന പിന്നെ വീണ്ടും ജന്മമാകുന്ന വൃക്ഷത്തെ ഉണ്ടാക്കുകയില്ല എന്നർത്ഥം. ഒരു ജന്മം ഒരു ചെടി പോലെയാന്ന് പറയാം. ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ അതിനൊരു ചെടി ഉണ്ടാവും അല്ലേ? ഒരു പയർ കൂട്ടി അതിനൊരു പയറിൻ്റെ ചെടി ഉണ്ടായി. ആ ചെടിയിൽ നിന്ന് എത്ര പയറുണ്ടാകും? ഒരുപാട് പയറുണ്ടാവില്ലേ? അതെ, ആ ഒരു ചെടി ഉണങ്ങണേ മുമ്പ് ഒരുപാട് ചെടികൾ ഉണ്ടാവാനുള്ള വിത്ത് ഉണ്ടാക്കിയിട്ടല്ലേ അത് ഉണങ്ങുള്ളൂ. ഇതുപോലെ ഒരു ജന്മം നമ്മൾ എടുത്താൽ ആ ജന്മം അനുഭവിച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് ജന്മങ്ങൾക്കുള്ള വിത്ത് കർമ്മവാസന ഉണ്ടാക്കിയിട്ടതാ നമ്മൾ ഓരോരുത്തരും ചത്തു പോണേ. അവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടതേ. ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, പുതിയത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണേ അനേക ജന്മങ്ങൾക്കുള്ള കാരണമായ വാസനകളെ. അപ്പൊ ഈ വാസനകളെ ക്ഷയിപ്പിക്കണേ എന്ത് ചെയ്യണം? ഭക്തിയോടെ ഈശ്വരപൂജാഭാവത്തിൽ ഈശ്വരൻ്റെ ഒരു കൈങ്കര്യം ചെയ്യുന്നു. ഈശ്വരൻ്റെ ഭൃത്യൻ ഞാൻ, ഈശ്വരൻ്റെ സേവകൻ ഞാൻ, ഭഗവാന്റെ ആരാധന എന്ന ഭാവത്തിൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്താലാണ് ആ കർമ്മം കൊണ്ട് പുതിയ വാസനകളാവുന്ന വിത്ത് ഉണ്ടാവാണ്ടിരിക്കുക. പഴയ വാസനകളൊക്കെ തീർന്നും പോവുക. അങ്ങനെയാണ് വാസനാക്ഷയം സംഭവിക്കുമ്പോഴാണ് അയാൾക്ക് ആത്മജ്ഞാനം അല്ലെങ്കിൽ ജീവൻ മുക്തി സാക്ഷാത്കാരമൊക്കെ സാധിക്കുള്ളൂ എന്നർത്ഥം. അതിന് ഭക്തിയും ജ്ഞാനവും അനിവാര്യമാണ്. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണമെങ്കിൽ ഈശ്വരനിൽ പരമപ്രേമഭക്തി ഉണ്ടാവണം അല്ലേ? അങ്ങനെ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി വാസനകളൊക്കെ ക്ഷയിച്ച ആൾക്ക് ശരീരത്തിൽ നിന്ന് വിലക്ഷണനായ ആത്മാവാണ് താനെന്ന് സാക്ഷാത്കാരത്തിലൂടെ ജീവൻ മുക്തി. പിന്നെ അയാൾക്ക് കർമ്മബന്ധമില്ല. അല്ലാത്തവർക്കൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കർമ്മനാശം വരുത്തണം. എങ്ങനെ? ജ്ഞാന ഭക്തികളെ കൊണ്ട്. അതിനും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. മറ്റ് ലോകങ്ങളിലൊന്നും പോയാൽ പറ്റില്ല എന്നാണ്. എന്താ കാരണം? മറ്റ് ലോകങ്ങളൊക്കെ ഭോഗഭൂമികളാണ്, കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള സ്ഥലങ്ങളാണ്. മറ്റ് ശരീരങ്ങളും അതെ, മനുഷ്യ ഇതരങ്ങളായ ശരീരങ്ങളിലും മനുഷ്യ ശരീരത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കലേ ഉള്ളൂ. ഒരു നായ പുണ്യം ചെയ്തു അല്ലെങ്കിൽ ഒരു പാപം ചെയ്തു, ഒരു പശു പുണ്യം ചെയ്തു അല്ലെങ്കിൽ പാപം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. നായ കടിച്ചു വീട്ടിൽ വന്ന ആളെ, കേസ് ആരുടെ പേരിലെടുക്കുക? ഉടമസ്ഥന്റെ പേരില അല്ലേ? നായയുടെ പേരിൽ ആരും കേസ് കൊടുക്കുമോ? എന്താ കാരണം? അതിന് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനമില്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യും, ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിമാനം ആർക്കുള്ളത്? ഈ മനുഷ്യനാണുള്ളത് നൃത്തം അല്ലേ? ചെയ്യുന്ന പ്രവൃത്തികളിലും വരുന്ന അനുഭവങ്ങളിലും ഞാൻ ചെയ്യുന്നു എന്നും എനിക്ക് അങ്ങനെ വരുന്നു എന്നും അഭിമാനിക്കുന്നവനാണ് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനിയായ ജീവൻ. അയാൾക്കാണ് എന്തുള്ളത്? പുണ്യപാപങ്ങളുള്ളത് നൃത്തം. മനുഷ്യ ഇതരങ്ങളായ ജീവജാലങ്ങൾക്കൊന്നും അതില്ലേ. അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയാലാണ് കർമ്മം വീണ്ടും 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 വാസനകളെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സകാമമായി ചെയ്ത് കൂട്ടാനും ജന്മങ്ങളെ വർദ്ധിപ്പിക്കാനും സാധിക്കുക. എന്നാൽ നിഷ്കാമമായി ഈശ്വരാർപ്പണ ബുദ്ധിയാം കർമ്മങ്ങൾ ചെയ്ത് വാസനകളെ ക്ഷയിപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ മുക്തി അടയാനും സാധിക്കുക. രണ്ടിനും പറ്റിയ ജന്മം ഈ ഭൂമിയിലാണ്. അതുകൊണ്ട് ഈ ഭൂമി കർമ്മഭൂമിയല്ലേ, വിളഭൂമിയല്ലേ? കർമ്മങ്ങൾക്ക് വിളഭൂമിയാണെന്നർത്ഥം. ഈ ഭൂമിയിൽ തന്നെ പക്ഷി മൃഗാദികളെ അപേക്ഷിച്ച് മനുഷ്യന് വിവേകം കൂടും. ശരിയല്ലേ? പക്ഷി മൃഗാദികൾക്ക് ഈശ്വരഭജനം ചെയ്യാൻ പറ്റില്ല, നാമം ജപിക്കാൻ പറ്റില്ല, സത്സംഗത്തിന് വരാൻ പറ്റില്ല. എന്നാൽ മനുഷ്യനോ അത് സാധിക്കും. ഭൂമിയിലെ ഓരോ മനുഷ്യനും വീണ്ടും വീണ്ടും തൻ്റെ വാസനകൾക്കനുസരിച്ച്, പഴയ വാസനയ്ക്കനുസരിച്ച് ഈ ജീവിതത്തിൽ കർമ്മം ചെയ്യുന്നു, പുതിയ പുതിയ വാസനകളെ ഉണ്ടാക്കുന്നു. എന്നാൽ ഈശ്വരചിന്ത കൊണ്ടും പൗരുഷം കൊണ്ടും ബുദ്ധിപൂർവമായ ജീവിതം കൊണ്ടും സദ്വാസനകളെ വളർത്തി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തി മോക്ഷം നേടാനുള്ള കഴിവും ഈ മനുഷ്യനുണ്ട്. ഇത് വേറെ ആർക്കുമില്ല. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മഹിമ, ഈ ഭൂമിയുടെ മഹിമാനർത്ഥം. ഇനി വീണ്ടും ഈ ഭൂമിയുടെ മഹിമ പറയാം. ഭക്തന്മാർക്കും മുമുക്ഷൂജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ.